സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി ദൈവം കൊടുത്തു. സ്തോത്രം. ഒരു വലിയ മല, അല്ലെങ്കിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ അവകാശം ദൈവം ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് താഴെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ടാണ്. ദൈവം നമുക്കൊരു അവകാശം നൽകണമെങ്കിൽ നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയാനായി എന്നെ പ്രേരിപ്പിക്കുന്നത്, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്കാണ് അവകാശം. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാ. ദൈവത്തിന്റെ മക്കളാണോ നിങ്ങൾ? നിങ്ങൾ ദൈവത്തോട് ചേർന്നാണോ ജീവിക്കുന്നത്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥാൽ ദൈവത്തിന്റെ സ്വഭാവവും ഇഷ്ടവും മനസ്സിലാക്കി ജീവിപ്പാൻ നമുക്കൊരു തന്റെ ഇടമുണ്ടെങ്കിൽ, അർത്ഥാൽ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം ചില അവകാശം ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിൽ തരാൻ പോവാ. യെസ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ. യോബ് പറഞ്ഞതുപോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. എത്ര പ്രതികൂലം വരട്ടെ, എത്ര പ്രയാസം വരട്ടെ, എത്ര വേദന വരട്ടെ, എത്ര തകർച്ച വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, നഷ്ടങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ നിങ്ങളുടെ മുൻപിൽ കാണും. പക്ഷേ ആ നഷ്ടങ്ങളുടെ നടുവിൽ നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചാൽ ഈ പകൽക്കാലം ദൈവം ചില അവകാശം നിങ്ങളുടെ മേൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. വലിയൊരു മലയുടെ ഉത്തരവാദിത്വം കാലേബിനെ ദൈവം ഏൽപ്പിച്ചതെങ്കിൽ, കർത്താവിന് സ്തോത്രം. ദൈവം തന്റെ ഭക്തനെ ഏൽപ്പിച്ചുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ചില അവകാശങ്ങൾ ദൈവം നമുക്ക് നൽകാൻ പോവുകയാണ്. അത് പ്രാപിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നാം എന്താ ചെയ്യേണ്ടത്? കുറവുകളെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ദൈവത്തോട് അടുത്ത് വന്നാട്ടെ, ദൈവത്തോട് പറ്റിച്ചേർന്ന് വന്നാട്ടെ. ഇന്ന് പൽക്കാലം എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോയിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ ചില ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് അകന്നു പോകാം. ധൂർത്തപുത്രനെ പോലെ നിങ്ങൾ ഈ ചില നാളുകളായി നിങ്ങൾ അകന്നു പോയിരിക്കാം. അതാ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചത്. അപ്പന്റെ ഭവനത്തിൽ ഒരുപാട് അവകാശങ്ങൾ ഉണ്ടായിരുന്നെന്ന്, അല്പം ചില അവകാശം മാത്രം വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്മാറിപ്പോയത്. പക്ഷെ അതിലധികമായ അവകാശം ഇനിയും അപ്പന്റെ ഭവനത്തിൽ ഉണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. സ്തോത്രം. നിങ്ങൾ മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവിനാ ദൈവാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ, നിങ്ങൾ മടങ്ങി വന്നാൽ വാതിക്കൽ നിൽക്കുന്ന ഒരു അപ്പനെയും അപ്പനോട് ചേർന്നുള്ള സകല അവകാശങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ അവകാശം നിങ്ങൾക്ക് ദൈവം തരും. ഇന്ന് പകൽക്കാലം അതിനായി ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാം, അവകാശം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.